ഓക്കെ. ഇന്നപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വോയിസ് ഒരു പെൻ ഡ്രൈവിലേക്ക് നമുക്ക് ബൂട്ടബിൾ ആക്കാൻ കഴിയുക എന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു വോയിസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വോയിസിൻ്റെ ഫയൽ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ ISO എന്ന എക്സ്റ്റൻഷനിലാണ് നമുക്ക് ആ ഫയൽ ലഭ്യമാകുക. അതെങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഗൂഗിൾ എടുത്ത് ആദ്യം നമുക്ക് വേണ്ട ഉബുണ്ടു ആണ് ഇപ്പോൾ ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഉബുണ്ടു ഗെറ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുന്നു. ഗെറ്റ് ഉബുണ്ടു ഡൗൺലോഡ് എന്ന ഈ ഒരു വെബ് പേജിലേക്ക് പോകുന്നു. ഇവിടെ ഏതൊക്കെ ഉബുണ്ടുവിൻ്റെ വെർഷൻസ് അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഉബുണ്ടുവിൻ്റെ 24.042 LTS ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അതിൻ്റെ ഇവിടെ ഡൗൺലോഡ് നൗ എന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ ഫയൽ നെയിം കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ഫോൾഡർ നിർമ്മിക്കുന്നു. OS കണക്ഷൻ എന്ന പേരിലാണ് ഞാൻ അത് നിർമ്മിക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ഫോൾഡറിലേക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഉബുണ്ടു ISO ഡൗൺലോഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കും. അതിൽ അത്യാവശ്യം GB ഫയലാണ് അതുള്ളത്. ഇനി അടുത്തത് ഞാൻ വിൻഡോസ് ഗെറ്റ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വെബ് പേജിൽ നമ്മളെത്തും. ഇപ്പോൾ വിൻഡോസ് 10 ആണ് ഉള്ളത്. ഞാൻ അവിടെ സ്വിച്ച് ചെയ്ത് വിൻഡോസ് 11 ആക്കുന്നു. ഇനി ഞാനവിടെ വിൻഡോസ് 11 മൾട്ടി എഡിഷൻ എന്ന് കൊടുത്ത് ഓക്കെ എടുക്കുന്നു. ഇനി ലാംഗ്വേജ് നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൺഫേം കൊടുത്താൽ മതി. അപ്പോൾ ലാംഗ്വേജ് ഞാൻ ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ആക്കുന്നു. 64 ബിറ്റിനെയാണ്. അതും ഞാൻ OS കളക്ഷൻ എന്ന ആ അതേ ഫോൾഡറിലേക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കത് ഡൗൺലോഡ്സിൻ്റെ അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഡൗൺലോഡ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിനി ഇതിനെ ബേൺ ചെയ്യാനുള്ള ഒരു ടൂളാണ് പവർ ISO എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ശേഷം ഈ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരും. അതിലേക്ക് ഞാൻ 64 ബിറ്റിനുള്ളത് ഡൗൺലോഡ് ചെയ്യുന്നു. അതും ഞാൻ അതേ OS കളക്ഷൻ എന്ന ഫോൾഡറിലേക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആ ഡൗൺലോഡായ OS കളക്ഷൻ എന്നതിൽ പവർ ISO.exe എന്നൊരു ഫയൽ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ പവർ ISO എന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇൻസ്റ്റാൾ കൊടുക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ക്ലോസ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് പവർ ISO എന്ന പുതിയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ വിൻഡോസിൽ ക്രിയേറ്റ് ചെയ്യാം. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തതിന് ശേഷം പവർ ISOയിൽ ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. അല്ലാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ USB ടൂൾ ഉണ്ടാക്കുന്നതിൽ അത്ര നല്ലതല്ല. അതിനായി നമുക്ക് ടൂൾസിൽ പോയതിന് ശേഷം ഇവിടെ USB ടൂൾസിൽ ക്രിയേറ്റ് ബൂട്ടബിൾ ഡിവൈസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഏതാണോ OS, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ഞാനിപ്പോൾ ഉബുണ്ടു ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പെൻ ഡ്രൈവും ചൂസ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റാർട്ടായി വരുന്നതാണ്. അതായത് ബേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് മിക്കവാറും നല്ല സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. സാധാരണ ഇതിൻ്റെ ഫയൽ സൈസിനനുസരിച്ച് അത്രത്തോളം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാനിവിടെ വളരെ ഫാസ്റ്റായിട്ട് ഇതിനെ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതായത് ഇതൊരു 10-20 മിനിറ്റോളം എന്ന് ഞാൻ ഫാസ്റ്റായിട്ട് വിടുകയാണ് ചെയ്തത്. ഇതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം, അതായത് നമ്മൾ OSഉം ഈ ടാബിന് ശേഷം ഈ ഒരു ടാബ് തുറന്നു തരും. പ്രൊസീഡ് ചെയ്തതിന് ശേഷം ഇതോടുകൂടി നമ്മുടെ ആ ഒരു പെൻ ഡ്രൈവ് ബൂട്ടബിളാക്കി. നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ടൂളാണ്
വെൻഡോയാണ്. ഇപ്പോൾ നമുക്ക് ഒരു OS മാത്രമേ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് ഒരു പെൻ ഡ്രൈവിലേക്ക് 32, 64 GB ഉള്ള ഒരു പെൻ ഡ്രൈവിലേക്ക് നമുക്ക് ഒരൊറ്റ OS മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് ഒരേ പെൻ ഡ്രൈവിൽ തന്നെ മൾട്ടിപ്പിൾ വിൻഡോസ്, ഉബുണ്ടു വെർഷൻസ് 20-ഉം 24-ഉം അതേപോലെ തന്നെ വിൻഡോസ് 10-ഉം 8-ഉം ഒക്കെ നമുക്കൊരു 64 GB ചെയ്യാമെങ്കിൽ നല്ലൊരു ടൂളാണ് ഈ വെൻഡോയ് എന്നുള്ളത്. ഇത് സോഴ്സ് ഫോർജിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെൻഡോയ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഫയൽ കിട്ടും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അത് നമ്മൾ OS കളക്ഷൻ എന്ന അതേ ഇതിലേക്ക് തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം വെൻഡോയ് എന്നിട്ടുള്ളത് ആ ഒരു സാധനം എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ മേലെ തന്നെ ഇതിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തതാണ് മേലെ കാണുന്നത്. അതായത് ആ സിപ്പിനെ ഞാൻ അൺസിപ്പ് ചെയ്തതാണ്. അതിൽ വെൻഡോയ് ടു ഡിസ്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ഈ ഒരു 500 GB വരുന്ന സാധനം നമ്മൾ പിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് വിൻഡോസിൻ്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ചോദിക്കുക. അപ്പോൾ റൺ എനിവേ കൊടുത്തതിന് ശേഷം നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോ ആണ് നമുക്ക് വെൻഡോയിൻ്റെ ഇതിലെനിക്ക് 64 GB ഉള്ള എൻ്റെ പെൻ ഡ്രൈവ് എനിക്ക് കാണാം. അതിനുശേഷം ഇതിൽ മറ്റ് വോയിസുകളൊന്നും ഇപ്പം സെലക്ട് ചെയ്യേണ്ടതില്ല. ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്കിവിടെ മൾട്ടിപ്പിൾ നേരത്തെ തന്നെ ചെയ്ത പോലെ മൾട്ടിപ്പിൾ പെൻ ഡ്രൈവ് ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കോ പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്തു. യെസ് എന്ന് ക്യാപിറ്റൽ അടിച്ചു കൊടുത്തു ഓക്കെ ചെയ്യുന്നു. അതായത് ഈ പെൻ ഡ്രൈവിലെ ഡാറ്റ മൊത്തം പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പെൻ ഡ്രൈവ് ഉപയോഗിക്കുന്ന ഡാറ്റ ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്തെടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അതിനുശേഷം ഇതൊരു സ്റ്റാറ്റസ് മോറാകുന്നതോടുകൂടി നമുക്ക് ഇതിൻ്റെയും പ്രൊസീജിയർ ഇത് മറ്റേതിനെ അപേക്ഷിച്ച് ഇപ്പോൾ സമയം കുറവായിരിക്കും. അതായത് ബേൺ ചെയ്യാൻ സമയം കുറവായിരിക്കും. അതിന് ശേഷമാണ് ബേണിങ് 100% ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഡിവൈസിൻ്റെ പേരൊക്കെ മാറി വരും. നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞു. ഇത്ര സമയം കൊണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ബേണിങ് കഴിഞ്ഞു. വെൻഡോയ് ടു ഡിസ്ക് എന്ന ആ ഫയൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് ഇപ്പോൾ വെൻഡോയ് എന്ന പുതിയൊരു പേര് എഫ് എന്ന് പറഞ്ഞൊരു ഡ്രൈവ് ഉണ്ടായി വന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള OS, അതായത് നമ്മുടെ OS കളക്ഷൻസിൻ്റെ അകത്തുള്ള വിൻഡോസ്, ലിനക്സും എല്ലാം നമുക്ക് ഈ വെൻഡോയ് എന്ന ഈ ഒരു ഡ്രൈവിലേക്ക്, ഇതിപ്പോൾ 58ഓളം GB വരുന്ന ഒരു ഡ്രൈവാണ്. ഈ ഡ്രൈവിലേക്ക് നമ്മൾ OSൽ കണക്ട് ചെയ്ത് വെച്ച് എത്രത്തോളം OS നമ്മുടെ കയ്യിലുണ്ടോ, ഇതിൽ എത്രത്തോളം സ്റ്റോറേജ് ഉണ്ടോ അതിനനുസരിച്ച് ഇപ്പോൾ 56 GB ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും OSകൾ 56 GB OSകൾ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും OSകളെ നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ട് ചെയ്യിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അതിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക, അല്ലെങ്കിൽ കോപ്പി ചെയ്തിടുക, എന്തുവാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കത് കോപ്പി ചെയ്യുന്നതോടുകൂടി ഈ ഒരു ബേണിങ് കഴിഞ്ഞു. ഇനി ശേഷം നമുക്ക് OS ഇൻസ്റ്റാളേഷൻ്റെ ആ ഒരു വീഡിയോയിൽ നമ്മൾ നേരത്തെ കണ്ട അതേ സംഗതി നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെൻ ഡ്രൈവിനെ നമുക്ക് ബൂട്ടബിൾ ആക്കാം. വളരെ ഈസി ആയിട്ടുള്ള 2 മെത്തേഡുകളാണ്. ഒന്നിൽ ഒരു OS മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വെൻഡോയ് എന്ന ടൂൾ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് മൾട്ടിപ്പിൾ വേർഷൻസ് ഓഫ് മൾട്ടിപ്പിൾ OS, അതായത് 64 GB ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് 8 GB വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് OSകൾ നമുക്ക് ഒറ്റ പെൻ ഡ്രൈവിലേക്ക് ആക്കാനുള്ള നല്ലൊരു ടൂളാണ് ഈ വെൻഡോയ് എന്ന് പറയുന്നത്. അപ്പോൾ വെൻഡോയ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് OS ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു.